മോദി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതി ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് കാണിക്കാൻ പറ്റും? ഒരു പദ്ധതി. എന്നാൽ ഇവരെല്ലാം പറയുന്നത് ഞങ്ങൾ ഹിന്ദു വർഗീയ പാർട്ടിയാണെന്നുള്ളത്. ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒരു പദ്ധതിയില്ല. മുഴുവൻ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന പ്രൊജക്റ്റുകളുമായിട്ടാണ് മോഡി സർക്കാർ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും ചെയ്തു കഴിഞ്ഞാൽ, ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ നറേറ്റീവിനെ, അതായത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഭയത്തെ മറികടന്ന് BJPയെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം പോകുന്നത്. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നും കിട്ടുന്നില്ല. വെറുതെ വന്ന് ഇങ്ങനെ ജനങ്ങളുടെ ഈ പറഞ്ഞ മുസ്ലിം വിഭാഗത്തിൻ്റെ ഉൾപ്പെടെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് വാങ്ങി പോകുന്നവർ വെറുതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ടൂളുകളായിട്ട് ഇവരെ ഉപയോഗപ്പെടുത്തുകയാണ്. ആ ഓരോ സംഘടനയ്ക്കും, ഈ പറഞ്ഞ ഇത്തരത്തിൽ വോട്ട് വാങ്ങിക്കുന്ന ഓരോ സംഘടനയും അവരുടെ ഡിമാൻഡുകൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട സമൂഹത്തെ ഉപയോഗിക്കുകയാണ്. സാധാരണക്കാരന് എന്ത് ലഭിക്കുന്നു? അവൻ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും എന്ത് അവനുണ്ടാവുന്ന വികസനം എന്ത്? ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു മുസ്ലിം ഭൂരിപക്ഷം ന്യൂനപക്ഷ വോട്ട് നല്ലവരെ കിട്ടിയിട്ടുണ്ടോ? പിന്നെ ധാരാളം കിട്ടിയിട്ടുണ്ട്. നോക്കൂ,